ഗുഡ് മോർണിംഗ്. ഏകദേശം മാർക്കറ്റ് ഒരു 140 പോയിൻ്റ് ഇപ്പോൾ അപ് ട്രെൻഡ് കാണിക്കുന്നുണ്ട്. 140 പോയിൻ്റ് ശ്രദ്ധിക്കുക. ഇത്രയും നല്ലൊരു ഹൈക്കിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 140 പോയിൻ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് ന്യൂസ് ഉറപ്പായി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ന്യൂസുകളിലേക്ക് പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ റേറ്റിംഗ് എടുത്താൽ നിങ്ങൾക്ക് ആ ഗ്രാഫ് കാണാൻ പറ്റുന്നത് ആ രീതിയിലായിരിക്കും. പിന്നെ ഒരു മാസത്തെ ഗ്രാഫ് നമ്മളിത് ഒരു മാസത്തെ ഗ്രാഫിലേക്ക് മാറുമ്പോൾ അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട റേഞ്ചൊന്നും അത്ര ബൗണ്ടിങ് അല്ല. ഈ റേഞ്ചൊന്ന് കട്ട് ചെയ്യണ വരെ മാർക്കറ്റിൽ ചെറിയ ഇഷ്യൂസുകൾ ഫീൽ ചെയ്യാം, റേഞ്ചുകൾ കട്ട് ചെയ്യാത്തതിൻ്റെ പേരിൽ. അപ്പോൾ റിസ്ക്കൊക്കെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അത് ഈ കാൽക്കുലേഷൻ എടുക്കാൻ പറ്റുമ്പോൾ കണ്ട ഏകദേശം 562 പോയിൻ്റ് ഒരു മൂവ്മെൻറ്റ് നമുക്ക് അപ്രീസിയേഷൻ കിട്ടാനുണ്ട്. അതൊന്ന് മനസ്സിൽ വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എന്തായാലും പോസിറ്റീവ് ട്രെൻഡ് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ള കാര്യത്തിന് സംശയമില്ല. കാലത്ത് ഇത്രയധികം മാർക്കറ്റ് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റ് എന്തായാലും മാർക്കറ്റിൽ ഉണ്ടാവും. അടുത്ത് ഇൻഫോസിസിൻ്റെ ADR, വിബ്രോൻ്റെ ADR നിങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ടറിയാം. ഇത് രണ്ടും അപ് ട്രെൻഡാണ്. ഭയങ്കര അപ്പല്ല. വിബ്രോ ഒക്കെ ബാക്കി ഭയങ്കര അപ്പൊന്നുമല്ല എങ്കിൽ തന്നെ ഓക്കെ. HDFC മൈനസ്, ICICI മൈനസ്. അപ്പോൾ ഇത് നെഗറ്റീവിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് കാലത്തെ ഒരു മൂവ്മെൻറ്റ് നമ്മൾ മനസ്സിലാക്കി. ഈ 130 പോയിൻ്റ് അപ്പ് എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് പോസിറ്റീവ് എന്നുള്ള ലെവലിൽ പോസിറ്റീവ് ഓപ്പണിംഗ് ആണ്. ട്രെൻഡ് പോസിറ്റീവ്. അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കണം, ചിലപ്പോൾ ഇത് പ്രോഫിറ്റ് ബുക്കിംഗ് വന്നേക്കാം. ഇതൊന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് മുകളിൽ നിന്ന് വരാനുള്ള സാധ്യത ഏറെയുണ്ട്. അതൊന്ന് സൂക്ഷിക്കണം. പക്ഷെ അങ്ങനെ പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നുണ്ടോ എന്നുള്ള ചെക്കിങ്ങിന് നമുക്ക് ഈ രണ്ട് ബാങ്കിനെ നോക്കുക. ഈ രണ്ട് ബാങ്കിൻ്റെ ഷെയർസുകൾ താഴെ വരുന്നില്ല, അല്ലെങ്കിൽ പ്ലസ്സിലാണ്, അല്ലെങ്കിൽ നിഫ്റ്റി കോൺട്രിബ്യൂഷൻ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് പോസിറ്റീവ് ട്രെൻഡ് കീപ്പ് ചെയ്യാം. ഓക്കെ, കണ്ടിന്യൂസ് പ്രോസസ്സ് തന്നെയാണ്. FISൻ്റെ സെല്ലിങ് 3392 കോടിയുടെ സെല്ലും DASൻ്റെ ബൈയും. അവിടെ ശ്രദ്ധിച്ചാൽ കണ്ടിട്ട് ഈ DASൻ്റെ ബൈ ഉണ്ടായിട്ട് മാർക്കറ്റ് നല്ല കറക്റ്റ് ചെയ്തു. അപ്പോൾ DASൻ്റെ ബൈയിങ്ങിൽ നിൽക്കുന്നില്ല മാർക്കറ്റ്. അങ്ങനെ ലെവലിലും കൂടി എത്തിയിട്ടുണ്ട് മാർക്കറ്റ്. DIS ബൈ ചെയ്താൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ വാങ്ങിയാലും മാർക്കറ്റ് താഴത്തേക്ക് പോകാൻ തുടങ്ങി, പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൽ നിന്നൊരു കാര്യം തീർച്ചയായിട്ടും മാർക്കറ്റിൽ വോളിയം കുറഞ്ഞിട്ടുണ്ട്. വോളിയം കുറഞ്ഞു, ട്രേഡിങ് മാത്രമായി. മാർക്കറ്റിൽ ട്രേഡിങ് മാത്രമായി. അപ്പോൾ ട്രേഡിങ് മാത്രമാകുമ്പോഴുള്ള ശ്രദ്ധ വേണ്ടതെന്ന് പറയുന്നത് മാർക്കറ്റിൽ സ്ട്രെങ്ത്ത് പോയി. അപ്പോൾ പെട്ടെന്നുള്ള അപ്പ് ആൻഡ് ഡൗൺസ് താഴത്തേക്കും അപ്പ് ആൻഡ് ഡൗൺസിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളെപ്പോഴും പുട്ടും കോളും Bയും അല്ലെങ്കിൽ Cയും ഒരുമിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും ട്രെൻഡ് അനുസരിച്ച്. കാരണം ഇവിടെ ട്രേഡിംഗ് കൗണ്ടറാണ് ആക്ടിവേഷൻ വന്നിരിക്കുന്നത്. പറഞ്ഞാൽ നമുക്ക് ഡെലിവറി ബിസിനസ്സിന് ഒരു പവറല്ല ഇവിടെ കാണുന്നത്. കാരണം അതാണ് ആ ന്യൂസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇത് തന്നെ നെഗറ്റീവുമാണ് നമുക്ക് കേട്ടോ, നെഗറ്റീവുമാണ്. ഒരു യുദ്ധമായിക്കോട്ടെ, ഒരു വാണിജ്യ വ്യാപാരമായിക്കോട്ടെ, അത് കോംപ്രമൈസുകളാണ് ആവശ്യം. പക്ഷേ എങ്കിലും നമ്മുടെ ഒരു ഗതികേട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം, നമ്മൾ കുറേ സെലക്ട് ചെയ്യുമ്പോൾ റോയിറ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു ന്യൂസാണ് ശ്രദ്ധിക്കുക. ബോയ്ക്കോട്ട് അമേരിക്കൻ ഗുഡ്സ്. ഇങ്ങനത്തെ ഒരു ന്യൂസൊന്നും നമ്മൾ അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടൊന്നുമില്ലെങ്കിലും അമേരിക്ക അല്ലെങ്കിൽ അതുമായിട്ടുള്ള അമേരിക്ക എന്ന് ഞാൻ പറഞ്ഞില്ല, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവിടുത്തെ പത്രങ്ങൾ ഈ രീതിയിലുള്ള മെസ്സേജുകൾ കൊടുക്കുന്നത് ഇന്ത്യനെ ഡൗൺ ചെയ്യുന്നതിന് കാരണമാകുന്നുണ്ടെന്നുള്ളതിന് സംശയമില്ല. ഇത് നമുക്കൊരു നെഗറ്റീവായിട്ട് തന്നെ എടുക്കാം. അപ്പോൾ നെഗറ്റീവ് ഒട്ടും കുറവല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഈ ഒരു ന്യൂസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് തന്നെയാണ്. കാരണം നമ്മൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയ കൂടുതൽ റിയാക്ഷൻ അവിടുന്ന് വരാനേ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് കഷ്ടം. കമ്മോഡിറ്റി ബിസിനസ്സുമായിട്ട് അല്ലാത്ത ഇന്ത്യൻ കമ്പനികൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാരണം ഞാൻ പല വീഡിയോയിലും പറഞ്ഞു. ഞാൻ കുറേയധികം അങ്ങനത്തെ ഇൻസ്ട്രുമെൻറ്റുകൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ നോക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും വീ ചെയ്യാവുന്ന സ്ഥലങ്ങൾ തന്നെയാണ് നമ്മൾ എടുത്ത് കാണിക്കുന്നത്. അതൊരു ക്യാപ്സൂൾ രൂപത്തിൽ നമ്മൾ തരുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരു യൂട്യൂബ് ചാനലിൽ വലിയ റേറ്റിംഗ് കിട്ടാൻ അങ്ങനെയൊന്നുമല്ല. നമ്മൾ കുറച്ച് എഫർട്ട് എടുക്കുന്നുണ്ട്. അത് ആർക്കെങ്കിലും ഉപകാരമാണെങ്കിൽ ആവട്ടെ എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലെടുത്ത് നോക്കുമ്പോൾ നമ്മൾ കുറച്ച് ഷെയർസുകൾ ഇവിടെ കാണുന്നതെന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ നോട്ടിങ്ങിൽ പറഞ്ഞുതരാം. ഒന്ന് ഇത് നോക്കിയാട്ടെ, നമ്മുടെ നാട്ടിലെ കമ്പനി തന്നെയാണ് രണ്ടും. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്ന കൗണ്ടറാണെന്ന് നിങ്ങൾക്ക് തോന്നിക്കൂടെ? അടുത്തത് ശ്രദ്ധിക്കാൻ പറ്റുന്ന കൗണ്ടറുകളാണ്.
ഒന്നും ഇതിൽ തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. അടുത്ത 1-2 കാര്യം കൂടി നോക്കുമ്പോൾ നമുക്ക് ഒരു ഭാഗ്യ പരീക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭാഗ്യപരീക്ഷണം നാളെ 14-ാം തീയതി അടുപ്പിച്ച് കണ്ടിന്യൂസ് നമുക്ക് മുടക്കാണ്. പക്ഷെ ഒരു ഗുഡ് ന്യൂസ് വരികയാണെങ്കിൽ വലിയൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഒരു 2000 പോയിൻ്റ് വരെ മാർക്കറ്റ് കയറിയേക്കാം. ഏത് ഞാൻ പറഞ്ഞത് ബാങ്ക് നിഫ്റ്റി ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ നമുക്കൊരു സി ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യത്തിന് വാങ്ങുന്ന ഓപ്ഷനാണത്. ഓപ്ഷൻ സി വാങ്ങിച്ചിട്ട് അത് ഒന്നുമില്ലെങ്കിൽ അത് നില്ലായി പോകും എന്നുള്ള രീതിയിലേക്ക് ഒരു ഓപ്ഷൻ വാങ്ങുന്നത് ഈ ഒരു ന്യൂസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊന്ന് നാളെ ഒരു ചോപ്പി സെക്ഷനായിരിക്കും മാർക്കറ്റിൽ വരാൻ സാധ്യത. ചോപ്പി സെക്ഷൻ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ തന്നെ അത് ചോപ്പി സെക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും ഒരു നെഗറ്റീവാണ്. മുകളിൽ ടോപ്പിൽ മാർക്കറ്റ് എത്തുമ്പോൾ ടോപ്പിലെത്തുമ്പോൾ സെല്ലിങ് വരാനുള്ള സാധ്യത കൂടുതലാവണതിന് കാരണം ഇങ്ങനൊരു ന്യൂസ് നിൽക്കുമ്പോൾ ഒരിക്കലും വലിയ രീതിയിൽ ഇത് കണ്ടിന്യൂ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ വോളാറ്റിലിറ്റി ഇൻഡെക്സ് VX അധികം കണ്ടിന്യൂ ചെയ്യില്ല. പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് സാധ്യതയുണ്ട്. അപ്പോൾ ടോപ്പിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള കാര്യം മറക്കണ്ട. അതാണ് ഈ ഒരു ന്യൂസ്. 2, ഈ ചൈനയായിട്ടുള്ള ഇങ്ങനത്തെ ന്യൂസുകൾ മുന്നോട്ട് പോകുന്നത് നമ്മളെ നാട്ടിൽ ഇൻഫ്ലേഷൻ കുറയ്ക്കുന്നതിനൊക്കെ കാരണമാകും. പക്ഷേ അമേരിക്കയായിട്ടുള്ള ഫൈറ്റും സ്റ്റാർട്ട് ചെയ്യും. ഇൻഫ്ലേഷൻ കുറയുന്നതുകൊണ്ട് പബ്ലിക്കിന് ഗുണമുണ്ടാവുന്നതല്ലാണ്ട് എനിക്ക് തോന്നുന്നു കമ്പനികൾക്ക് ഗുണമുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതങ്ങനെയാണ് വരാറ്. കാരണം സാധാരണ ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങനെ പെട്ടെന്നൊന്നും കട്ട് ചെയ്ത് കിട്ടാൻ സാധ്യതയില്ല. ഇനി ഒരു 1 ടൈം കൂടി ചിലപ്പോൾ കട്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കൂടുതൽ ചിലപ്പോൾ ഇനി കട്ട് ചെയ്ത് കിട്ടാൻ സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ 50 പോയിൻ്റൊക്കെ വന്നാൽ പോസിറ്റീവാണ് അടുത്ത മാസം. പക്ഷേ എങ്കിൽ തന്നെ പറയുകയാണ് നമുക്ക് നെഗറ്റീവ് എഫക്റ്റ് വളരെയധികം ഇപ്പോഴും ഉണ്ട്. മറക്കണ്ട, മാർക്കറ്റിൻ്റെ ടോപ്പിൽ വെച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ മടിക്കരുത്. താങ്ക് യു.